സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻ്റ് എന്ന കോഴ്സിൻ്റെ 13ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡിസബിലിറ്റി ആൻഡ് ഓവർവ്യൂ എന്ന ചാപ്റ്ററിലെ ഡിസബിലിറ്റിയുടെ ഡെഫിനിഷനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡിസബിലിറ്റി ക്ലാസിഫിക്കേഷനും റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി സംസാരിച്ചത് സൊസൈറ്റി ആൻഡ് ഡിസബിലിറ്റി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു സമൂഹത്തിൽ ഒരു ഡിസബിലിറ്റിയുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം തന്നെ അതിൽ പറഞ്ഞു. ഒരു കുട്ടിയുടെ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഒരാളുടെ ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരാളുടെ റീഹാബിലിറ്റേഷൻ എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കടമയാണ്. അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ഒരാൾ നേരിടുന്ന പല പ്രശ്നങ്ങളും അയാളുടെ ശാരീരികമോ മാനസികമോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കൂടാതെ സാമൂഹികപരമായ ഒരുപാട് ചലഞ്ചുകളും ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാഴ്ചപ്പാടിലൂടെ അതിൻ്റെ പുനരധിവാസം നടത്തിയാൽ മാത്രമേ ഡിസബിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞു പ്രധാനമായും രണ്ട് മോഡലുകളാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് മെഡിക്കൽ മോഡൽ ആൻഡ് സോഷ്യൽ മോഡൽ. രണ്ടും ഡിസബിലിറ്റി ഉള്ള വ്യക്തിക്ക് കേന്ദ്രീകൃതമായി തന്നെ ഒന്ന് അയാളുടെ ഡിസബിലിറ്റിയുടെ ഫിസിയോളജിക്കൽ ഓർ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മാനേജ്മെൻറ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ സോഷ്യൽ മോഡൽ ഒരു വോൾ മോഡൽ അപ്രോച്ചിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയിലെല്ലാം സോഷ്യൽ മോഡൽ ഇൻവോൾവ് ചെയ്യുന്നു എന്ന് ചുരുക്കം. ഈ രണ്ട് മോഡൽ ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഈ രണ്ട് മോഡലിൻ്റെയും ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയോടുകൂടി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിലായിരിക്കണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാന ശ്രദ്ധ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കേൾവിക്കുറവുള്ളൊരു കുട്ടിക്ക് ഒരു മികച്ച രീതിയിലുള്ള ശ്രവണ സഹായിയോ അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനോ പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ശ്രവണ സഹായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കുന്നതും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ഒരു മെഡിക്കൽ മോഡലിൽ മാത്രം വരുന്നതാണെങ്കിൽ അതിന് മറ്റ് ആസ്പെക്റ്റുകൾ, അതായത് ഒരു കേൾവിക്കുറവുള്ള ഒരാൾക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമവ്യവസ്ഥകളും അവരുടെ അവകാശ സംരക്ഷണങ്ങളും പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മോഡലാണ് വരുന്നത്. സോ ഈ രണ്ട് മോഡലിൻ്റെയും ഒരു സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് പറയാം. പിന്നീട് നമ്മൾ സംസാരിച്ചത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് ഡിസബിലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് കിട്ടേണ്ട എല്ലാ അവകാശ പരിഗണനകളും ലഭിക്കണം. കൂടാതെ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്ക് ഒരു സിറ്റിസന് കിട്ടുന്നതിൽ കൂടുതലുള്ള റിസർവേഷനുകളും അതുപോലെ കൺസിഡറേഷനുകളും നമ്മുടെ സിസ്റ്റം അഷ്യൂർ ചെയ്യണം എന്നീ കാര്യങ്ങളാണ്. 2011 നടന്ന ഓൾ ഇന്ത്യ സെൻസസ് അനുസരിച്ച് ഏകദേശം നമ്മുടെ പോപ്പുലേഷനിൽ 2.21% ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ട്. ഇത് കാഴ്ചക്കുറവാവാം, കേൾവിക്കുറവാവാം, നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റികളാവാം. നമ്മൾ ഡിസബിലിറ്റിനെ ഒറ്റ കാറ്റഗറീസിലേക്ക് പെടുത്തി നോക്കുമ്പോൾ അത് നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ 2.21% ആൾക്കാർ വരും. അതായത് ഏകദേശം 2,68,00,000 ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ചുരുക്കം. ഈ ഒരു ഡാറ്റ ഫിഗർ വളരെ ചെറിയൊരു ഫിഗർ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. 2,68,00,000 ആൾക്കാർക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ട്. ഇതിൽ വലിയൊരു വിഭാഗം ചെറിയ കുട്ടികളാണ്. ഇത്തരം കുട്ടികളുടെ ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടത് ആവശ്യം ഉണ്ട്. സോ ഇതിൽ വലിയൊരു ശതമാനം കുട്ടികൾ ശരിയായ രീതിയിലുള്ള ഇൻ്റർവെൻഷന് എത്തിപ്പെടുന്നില്ല എന്നതിൻ്റെ കാരണങ്ങളും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ സംസാരിക്കുന്നതാണ്. ഈ 2.68 ലക്ഷം ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ
മാനേജ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മാൻ പവറും ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ഒരു വോളണ്ടിയർ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രധാന ധർമ്മം. 2011 നടന്ന സെൻസസിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു കണക്കാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ മൊത്തമുള്ള ഡിസബിലിറ്റിയെ നമ്മൾ പെർസെൻറ്റേജിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 20.3% ആൾക്കാർക്ക് നടത്തത്തിനുള്ള അല്ലെങ്കിൽ കൈകാലുകൾ ചലിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ സഞ്ചാരത്തിനുള്ള ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 18.8% ആൾക്കാർക്ക് കാഴ്ചയ്ക്കും 18.9% ആൾക്കാർക്ക് കേൾവിപരമായിട്ടുള്ളതും 7.5% ആൾക്കാർക്ക് സംസാരത്തിനുമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. 5.6% ആൾക്കാർക്കാണ് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടുകളുള്ളത്. 2.7% ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും 18.4% ആൾക്കാർക്ക് മറ്റ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ അതായത് പഠന വൈകല്യം, മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഒരു 18.4% ആൾക്കാർക്കും കാണുന്നുണ്ട്. അതിൽ 7.50% ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിലാണ് ഉള്ളത്. എന്താണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒന്നോ അതിൽ കൂടുതലോ ഡിസബിലിറ്റീസ് ഒരുമിച്ച് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കാഴ്ചയ്ക്കും ബുദ്ധിമുട്ട്, കേൾവിക്കും ബുദ്ധിമുട്ട്. അത്തരത്തിലുള്ള ഒരാൾ കാഴ്ചയ്ക്കും ഡിസബിലിറ്റി ഉണ്ട്, കേൾക്കുന്നതിനും ഡിസബിലിറ്റി ഉണ്ട്. അവരെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2011 സെൻസസിൽ തന്നെ കണക്കനുസരിച്ച് ഒരു സർക്കിൾ ഗ്രാഫിൽ നമ്മുടെ എല്ലാ ഡിസബിലിറ്റിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫാണ്. എല്ലാവരും ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഒരു സർക്കിൾ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് നമുക്ക് ഏത് തരം ഡിസബിലിറ്റിയാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്, ഏതൊക്കെ ഡിസബിലിറ്റീസാണ് വളരെ കുറവ് കാണപ്പെടുന്നത് എന്നിവ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഗ്രാഫാണ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ചാണ്. RPWD ആക്ട് 2016. എന്താണ് RPWD ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു അബ്രിവേഷനാണ്. റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. ഇത് സമൂഹത്തിലെ ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ എംപവർമെൻറ്റ് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ആക്റ്റാണ്. ഈ ആക്ട് 2016 അമെൻമെൻറ്റ് ചെയ്ത ആക്റ്റാണ്. അത് 2017 മുതൽ തന്നെ ഇഫക്റ്റിൽ ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അതവരുടെ അവകാശമാക്കി പ്രഖ്യാപിക്കുക എന്നീ കാര്യങ്ങളാണ് ഈ ആക്റ്റിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. Responsibilities has been cast upon the appropriate government to take effective measures to ensure that the persons with disabilities enjoy their rights equality with others. അതായത് പൗരത്വപരമായി ഒരാൾക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഒരാളുടെ ഭിന്നശേഷിയുള്ള ഒരാളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് RPWD ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു വ്യത്യാസം എന്തായിരുന്നു? മുന്നത്തെ ആക്റ്റിൽ നിന്നും ഉള്ള ഒരു വ്യത്യാസം 1995 ഇതിൻ്റെ പ്രീവിയസ് വേർഷൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 2016 ആക്റ്റിലേക്കുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നേ ഉള്ള ആക്ട് അവർക്ക് നൽകേണ്ട സേവനങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ 2016 ആക്ട് ആ സേവനത്തെ അവരുടെ അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, അതവരുടെ റൈറ്റാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആക്റ്റാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, ഡിസബിലിറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് ബേസ്ഡ് ഓൺ ആൻ ഇവോൾവിംഗ് ആൻഡ് ഡൈനാമിക് കോൺസെപ്റ്റ്. അതായത് കാലക്രമത്തിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഡൈനാമിക് കോൺസെപ്റ്റായി ഒരുപാട് റിസർച്ചുകളും ഒരുപാട് ഇൻവെൻഷൻസും ഒരുപാട് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻസും ആവശ്യമുള്ള ഒരു ഡൈനാമിക് കൺസെപ്റ്റായി കാണണം എന്നുള്ളതും ഈ RPWD ആക്ട് നിഷ്കർഷിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ RPWD ആക്ടിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ്.
The Rights of Persons with Disabilities Act, RPWD Act 2016, was passed by both the Parliament in December 2016. 2016 അത് പാർലമെൻറ്റിൽ പാസ്സായത്. The rules were notified by the central government in June 2017. The Act replaced the earlier Persons with Disabilities or Equal Opportunities Protection of Rights and Full Participation Act 1995. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പുണ്ടായിരുന്ന PWD ആക്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ആക്ട് 2016 ഇംപ്ലിമെൻ്റായി വന്നത്. അപ്പോൾ എന്താണ് ഈ രണ്ട് ആക്റ്റുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, മുന്നത്തെ ആക്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷനും അവർക്ക് എൻഷുർ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ 2016 പുതിയ ആക്ട് എൻഷുർ ചെയ്യുന്നത് ഈ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷനും എല്ലാം തന്നെ അവരുടെ റൈറ്റായിട്ട്, അവരുടെ അവകാശ സംരക്ഷണമായി കാണുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക്കായി നമ്മൾ പറയുകയാണെങ്കിൽ 1995 ആക്ടും 2016 ആക്ടും തമ്മിലുള്ള വ്യത്യാസം. The next topic we are going to discuss is about the barriers of persons with disabilities. ഡിസബിലിറ്റി ഉള്ള ആളുകൾ സമൂഹത്തിൽ നേരിടുന്ന, അല്ലെങ്കിൽ അവർ സെൽഫായി നേരിടുന്ന അവരുടെ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, the barriers are communicational barrier, there are cultural barriers, there are economical barriers, environmental problems, institutional barriers, political and social barriers, which hampers and full and effective participation of persons with disabilities in society. എന്തൊക്കെയാണ് ഈ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഹ്യൂമാനിറ്റേറിയൻ അല്ലാത്ത, മാനുഷികമല്ലാത്ത ചിന്താഗതികളെ, അതായത് നമുക്കറിയാം എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്തൊക്കെയാണെന്ന്. സോ കൾച്ചറൽ ഉദ്ദേശിക്കുന്നത് അത് പലതരത്തിലുള്ള അന്ധമായ വിശ്വാസങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു എഴുന്നേറ്റ് നടക്കാൻ മാനുഷിക പരിഗണനയോടുകൂടി അവരുടെ അവകാശം തന്നെ അപ്പുറത്തുള്ള, അല്ലെങ്കിൽ കുറച്ച് ദൂരെ ഇരിക്കുന്ന ഒരാളുള്ള ആളുകളെ ഇതിന് ഇയാൾക്ക് നടന്നു പോയി കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയാണുള്ള ബുദ്ധിമുട്ട്. പിന്നീട് നമുക്കറിയാം എക്കണോമിക് ഡിസബിലിറ്റീസ് ആർ ഓൾവേസ്, ഡിസബിലിറ്റി ഇല്ലാത്ത ഒരാൾ ജോലി ചെയ്യുന്നത് പോലെ സ്കിൽസ് പലപ്പോഴും കൾച്ചറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൾച്ചറൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എക്കണോമിക്കൽ വാസ്റ്റ് നിൽക്കുന്ന പല റിലീജിയസ് ബിലീഫുകളും എൻവയോൺമെന്റൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല സൊസൈറ്റിയിൽ തന്റെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ സിറ്റുവേഷൻസുള്ള ആളുകളെ പലതരത്തിലുള്ള ഒന്നുമില്ല. സോ അവർക്ക് മുൻജന്മമായിട്ടും അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ദോഷങ്ങൾക്കുള്ള പാപമായിട്ടും ഒക്കെയുള്ള അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം. പല നമ്മുടെ ഗവൺമെന്റ് ഓഫീസസ് ഒക്കെ ഇത്തരം പ്രോബ്ലംസിലൊക്കെയാണ് എങ്കിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഡിസബിലിറ്റി ഉള്ള ആൾക്ക് അവിടേക്ക് എത്തിപ്പെടുന്നതിന് ബുദ്ധിമുട്ട് വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ 2006 വന്ന RPWD ആക്ടിൽ വ്യക്തമായി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നുണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എല്ലാ ഗവൺമെൻറ്റൽ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആവണം എന്നുള്ളത് 2006 RPWD ആക്ടിൽ നിഷ്കർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത പോയിൻ്റാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്. നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അതിൽ എത്ര പേർ പൊളിറ്റിക്കലി ഇൻവോൾവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് വന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവരുടെ എണ്ണം വളരെ വളരെ ചുരുക്കമാണ്. സോ പൊളിറ്റിക്കൽ എന്നതുകൊണ്ട് അവർ പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആവുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ അവകാശ സംരക്ഷണത്തിലേക്ക് അവരുടെ ഇൻവോൾവ്മെൻറ്റുകൾ വളരെ കുറവായിട്ടാണ് വരുന്നത്. സോ അത് എംപവർ ചെയ്യുക, അത് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതും ഈ ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഒരു വളണ്ടിയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. മറ്റു നമുക്കറിയാം സോഷ്യൽ ബാരിയേഴ്സ്, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം നമുക്കറിയാം ഡിസബിലിറ്റിയുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഇത്രയും പ്രോബ്ലംസിനെയാണ് ഡിസബിലിറ്റിയുള്ള ആളുകൾ സമൂഹത്തിൽ പ്രധാനമായിട്ടും നേരിടുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് RPWD ആക്ട് പ്രകാരം, റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന 21 ഡിസബിലിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്.
ഒരു ഡിസബിലിറ്റി വളണ്ടിയർ അല്ലെങ്കിൽ ഡിസബിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ RPWD ആക്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ RPWD ആക്ട് 2016 പ്രകാരം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന 21 ഡിസബിലിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ബ്രീഫായിട്ട് നോക്കിപ്പോവുകയാണ്. ആദ്യം നമുക്കതിൻ്റെ പേരുകളൊന്ന് നോക്കാം. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് ബ്ലൈൻഡ്നെസ്, രണ്ടാമത്തത് ലോ വിഷൻ, മൂന്നാമത്തത് ലെപ്രസി ക്യൂർഡ് പേഴ്സൺസ്, 4 ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, 5 ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, 6 ഡോഫിസം, 7 ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, 8 മെൻ്റൽ ഇൽനെസ്, 9 ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, 10 സെറിബ്രൽ പാൾസി, 11 മസ്കുലാർ ഡിസ്ട്രോഫി, 12 ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, 13 സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, 14 മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, 15 സ്പീച്ച് ലാംഗ്വേജ് ഡിസബിലിറ്റി, 16 തെലസീമിയ, 17 ഹീമോഫീലിയ, 18 സിക്കിൾ സെൽ ഡിസീസസ്, 19 മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് ഡെഫ് ബ്ലൈൻഡ്നെസ്, 20 ആസിഡ് അറ്റാക്ക് വിക്ടിംസ് ആൻഡ് 21 പാർക്കിൻസൺസ് ഡിസീസ്. ഈ 21 കാറ്റഗറീസ് ആണ് RPWD ആക്ട് 2016 പ്രകാരം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഡിസബിലിറ്റികൾ. ഇനി നമുക്ക് ഈ ഓരോ ഡിസബിലിറ്റിയും എന്താണ്, ഈ പേരുകൾ നമുക്ക് പലപ്പോഴും അത്ര പരിചിതമായിരിക്കില്ല. അപ്പോൾ ഈ ഓരോ ഡിസബിലിറ്റീസും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്താണ് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് വളരെ ബ്രീഫായി നമുക്കൊന്ന് നോക്കാം.